എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. കോക്കേട്ടാ, എന്താടാ കുട്ട, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? പറഞ്ഞ കാര്യമുണ്ടാ. എടാ, കേരളത്തിൽ ഇതുപോലെ എന്തോരം തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നറിയോ? എടാ മോനെ, നീ കേൾക്കണം. പണ്ടൊരു ചിറ്റാപ്പന ഇതുപോലെ ഒരു കോള് വരുമായിരുന്നു, തങ്കമണി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാറ്റ കേസാണ്. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് വിത്ത് ഫാക്ട്സ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. എടാ, ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ? It got to a point where there was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. It's a criminal offense. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചെന്ന്. എടാ മയിരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം ഉറുപ്പ്യ. പറയടാ മാധവ് സുരേഷ്, കാണിക്കടാ. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. അത് ഞാനല്ല. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള ന്യൂസ് 8-നായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടവർക്കും അറിയാം. വി ഹാവൻ സെഡ് ദാറ്റ്. നമ്മൾ സംസാരിച്ച ശരിയാവില്ല. എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് അഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. നിന്റെ അച്ഛന്റെ നിന്റെ അച്ഛന്റെ സുരേഷ് ഇവിടെ ഏറ്റവും വലിയ ഫാൻ അറിഞ്ഞ ഒരു കാലത്ത് അറിയോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ, നിങ്ങൾ പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 8-നായിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം അല്ല. അത് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയൂ. ശരി, അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടാ, കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്ന് ഊമ്പ. മാധവ് എന്റെ അടുത്താൻ പറയുന്നത്, മാധവ് സുരേഷിനോട്. അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഞാൻ ആ സംസ്കാരത്തിനോട് യോജിക്കുന്നില്ല. അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതിന്റെ ഒരു കുറവ് നിനക്കുണ്ട്. അശ്വന്ത് കോക്കിന്റെ ഐ തിങ്ക് JSK റിവ്യൂ ചെയ്തതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പരസ്യമായിട്ടൊരു പക്ഷെ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങാൻ. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു.